കനത്ത മഴയാണ്. ഷാപ്പുംപടി ജംഗ്ഷനിലൊക്കെ അടക്കം പലയിടത്തും വെള്ളക്കെട്ടാണ്. ഗതാഗത കുരുക്കുണ്ട്. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, ഇന്നലെയൊക്കെ അലേർട്ട് ഉണ്ടായിരുന്നു, അതിതീവ്ര മഴയെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും മഴ പെയ്യുകയാണോ നിർത്താതെ? ആര്യ, മഴ മാറി. ഇപ്പോൾ മഴ നേരിയ രീതിയിൽ പൊടിയുന്നു മാത്രമേ ഉള്ളൂ. ഒരു മണിക്കൂറോളം ഏതാണ്ട് നിന്ന് പെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ മഴ മാറിയിരിക്കുന്നത്. മഴ മാറിയതിനെ തുടർന്ന് നഗരത്തിലെ വെള്ളക്കെട്ടൊക്കെ ഒഴിവായിട്ടുണ്ട്. കാരണം മതിയായ വലിപ്പമുള്ള ഓടയില്ലാത്തതാണ് പ്രശ്നം എന്നുള്ളതാണ്. മഴ മാറിയപ്പോൾ ആ വെള്ളം ഒഴുകിപ്പോവുകയും ആ വെള്ളക്കെട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. തൊടുപുഴയിലാണ് ഇന്ന് ശക്തമായ മഴ പെയ്തത്. അതോടൊപ്പം തന്നെ വണ്ണപ്പുറം മേഖലയിലും മഴ പെയ്തു. ഇടുക്കി ജില്ലയിൽ മലയോര മേഖലയിൽ രാജാക്കാട്, ബൈസൺവാലി ഉൾപ്പെടെയുള്ള മേഖലയിലാണ് പിന്നീട് മഴ ലഭിച്ച പ്രദേശങ്ങളുള്ളത്. കുമളി, അതോടൊപ്പം തന്നെ നെടുങ്കണ്ടം, ചെറുതോണി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാര്യമായി മഴ പെയ്തിട്ടില്ല. നേരിയ രീതിയിൽ ഉള്ള മഴ മാത്രമാണ് ലഭ്യമായത്. മൂന്നാറിൽ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയാണ്. അവിടെ കനത്ത മൂടൽമഞ്ഞാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതായത് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ മുൻവശം കാണാൻ കഴിയാത്തത്ര മൂടൽമഞ്ഞ് മൂന്നാർ ടൗണിൽ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളായിട്ട് എത്തുന്നവർ അടക്കം ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ മൂടൽമഞ്ഞുള്ളത് അപകടങ്ങൾക്ക് ഇടയാക്കും. ഇന്ന് മഞ്ഞ അലർട്ടാണ് ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ കൂടുതൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. തൊടുപുഴയിലാണെങ്കിൽ പോലും മഴ മാറിയെങ്കിൽ പോലും പൂർണ്ണമായും ഒരു തെളിഞ്ഞ ആകാശമല്ല, മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ്. ഏത് സമയത്തും മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ അപകടങ്ങളുണ്ടായ വെള്ളിയാമറ്റം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാര്യമായി മഴ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ശരി, ജെയിനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പം മഴ അല്പം മാറി.